दक्षिण भारत से सामने आ रही है। आपको बता दें, हत्या के आरोप में जेल में बंद कन्नड़ा सुपरस्टार दर्शन की जेल के भीतर से कुछ तस्वीरें वायरल हो रही हैं। इसमें दर्शन हाथ में सिगरेट मुस्कुरा रहा है। कर्नाटक टॉप कॉप द्वारा जांच के आदेश दे दिए गए हैं। कर्नाटक डीजी जेल ने आंतरिक जांच के आदेश दिए हैं। हालांकि मिरर नाउ इस वायरल तस्वीर की प्रामाणिकता की पुष्टि नहीं कर सकता। और इससे आगे बढ़ लेते हैं। आपको बता दें कि मलयालम फिल्म इंडस्ट्री में बड़ी उठापटक चल रही है। आरटीआई के जरिए जब से कमेटी की रिपोर्ट पब्लिक यानी सार्वजनिक की गई है, कई तरह के डेवलपमेंट देखने को मिल रहे हैं। केरल फिल्म इंडस्ट्री के शीर्ष पदों पर बैठे हुए लोगों पर प्रहार हो रहा है और वो पद छोड़ने के लिए विवश भी है। दरअसल केरल फिल्म इंडस्ट्री के सीनियर एक्टर सिद्दीकी ने महिला कलाकार द्वारा लगाए गए यौन उत्पीड़न के आरोपों के बाद एसोसिएशन ऑफ मलयालम मूवी आर्टिस्ट के महासचिव पद से इस्तीफा दे दिया। हेमा कमेटी की रिपोर्ट सामने आने के बाद सीनियर एक्टर सिद्दीकी ने सामने आकर मीडिया को अपनी आप बीती भी सुनाई। सिद्दीकी ने दावा किया कि मलयालम फिल्म इंडस्ट्री में उत्पीड़न के एक दो छोटे मोटे सामने आए थे, लेकिन इसमें कोई शक्तिशाली समूह शामिल नहीं था। ഒരു മീഡിയയിലാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇതെങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് കയറി ഉപദ്രവിക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും എന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തൊരു ആളാണ് അയാൾ. ഇന്ന് കാണുന്ന ഈ ഒരു മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ളൊരു മുഖമാണ് അയാൾക്കത്. അയാൾ ക്രിമിനലിസം അല്ലേ ഇത് എന്നൊക്കെ പറയുമ്പോഴും അയാൾ നമ്പർ ക്രിമിനലാണ്. ഹി ഷുഡ് ആസ്ക് ടു ഹിംസെൽഫ്. ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടിൽ എന്താണ് മിറർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യം, നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണ് ഇങ്ങനെ ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എൻ്റെ സ്വപ്നം, ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം, ധാരാളം തരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ്, അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു ഇതായിരുന്നു. ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. ബീറ്റ് എനി വൺ, ബീറ്റ് എനി സിസ്റ്റം, ബീറ്റ് എനിത്തിങ്. എനിക്ക് ഒരിടത്തുനിന്ന് പോലും എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നു. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പമാർന്നതല്ല. എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. അത് നുണയായിരുന്നു, അതിലൊരു ഭാഗം നുണയായിരുന്നു എന്നും ആ ഭാഗമാണ് അത് അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തു തന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സത്യം, ഇതിന് പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം.